കാര്യത്തെ കുറിച്ച് മാത്രം എന്താ ചിന്തിക്കാത്ത? മുത്തശ്ശി, മുത്തശ്ശി, എന്താ അതുകൂട്ടാ? പൂജ അവക്ക് തീരെ സുഖമില്ല. എന്താ മോനെ, എന്താ പറ്റിയത്? അറിയില്ല, എന്തോ വല്ലാതെ ശ്വാസം മുട്ടില്ല. ടീച്ചറെ, എന്റെ കുഞ്ഞ്. അയ്യോ, മുത്തശ്ശി ഒന്ന് വന്നേ. എവിടെ പോവാ? അവിടെ നിന്ന് കഴിക്കാൻ നോക്ക്. ഒന്ന് മാറിക്കേ. ചേച്ചി, മോളെ, പൂജ, മോളെ, പൂജ. അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റി? എന്താ മുത്തശ്ശി? എന്താ പൂജ? എന്താ മോളെ? പിടിച്ചെഴുന്നേപ്പിച്ചാടാ. എന്താടാ? പിടിച്ചേടാ. എന്താ പറ്റി പൂജ? എന്താ? എനിക്കറിയില്ല ദത്തേടാ. പൂജ, അയ്യോ മോളെ, മോളെ, അയ്യോ മോളെ, പൂജ. പൂജ, മാറടാ മോളെ. മോളെ, ഇത് എന്താ പറ്റിയതാ മോളെ? എന്റെ ദൈവമേ, എത്ര പെട്ടെന്ന് ഇങ്ങനെ പാലാണല്ലോ ഛർദിക്കുന്നത്. അയ്യോ മോളെ. മുത്തശ്ശി നോക്കിയിരിക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്കാം. മോളെ, എന്താ മോളെ? എന്ത് പറ്റിയത്? എനിക്കറിയില്ല മുത്തശ്ശി, ഭയങ്കര വയറ്. ആ പാല് കുടിച്ച പിന്നെ തുടങ്ങിയ. ചേച്ചി, ചേച്ചി, ആ പൊടി വല്ല വിഷമായിരുന്നോ? ഏയ്, അത് മാന്ത്രികപ്പൊടിയല്ലേ. അവളുടെ ഗർഭം കലങ്ങി പോന്നായിരിക്കും. മന്ത്രവാദിനി അമ്മ പറഞ്ഞ അച്ചട്ട. മോള് നോക്കിക്കോ, ഇതോടെ അവിടെ ഗർഭം ഷൂ. ചേച്ചി, ഗർഭം പോയ കുഴപ്പമില്ല, ജീവൻ പോയാൽ നമ്മൾ അകത്താവും. ആ പൊടി ഇങ്ങനെയാണെങ്കിൽ ആ തകിട് എന്തായിരിക്കും? അത് മറികടന്ന് അവള് ചത്തുപോയാലോ? ഇത് മറികടക്കുന്നതോടെ അവൾ ആ വീട് വിട്ടു പൊയ്ക്കോളും, എന്നേക്കുമായി. ഇനി അവരുദ്ദേശിച്ചത് എന്നേക്കുമായി ഈ വീട് വിട്ടു പോകുന്നാണോ? ഇപ്പൊ ഗർഭം മാത്രമല്ല കലങ്ങാൻ പോകുന്നത്, അവള് മരിക്കുമെന്ന് ഉറപ്പാ. ഒരു കാരണവശാലും അവൾ ആ തകിട് മറികടക്കാൻ പാടില്ല. ചേച്ചി വന്നേ. അയ്യോ, പെട്ടെന്ന് കൊണ്ടുപോടാ. അയ്യോ ചേച്ചി, അതെ, നീ ചെന്ന് വണ്ടി എടുക്കാം. അയ്യോ, ഞാൻ പിടിക്കാം. സൂക്ഷിച്ച് ഇറങ്ങണേ. അതിലല്ലേ മോളെ, ഇതിൽ കൊണ്ടുപോ. സൂക്ഷിച്ച്. മതി, വേഗം വിട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആരാ അവക്കാ പാല് കൊടുത്തേ? അത് പിന്നെ ദത്തേട്ട മുത്തശ്ശിയാ. വാ, വന്നേ നോക്കട്ടെ. ചേച്ചി, ഈശ്വര. ചേച്ചി, എന്താ ദത്തേട്ട? അല്ല, ഈ പാൽ കുടിച്ചപ്പോഴേ അവള് ഛർദ്ദിച്ചെന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ പാൽ കുടിച്ച ഗ്ലാസ്സാ. പൂജയ്ക്ക് കൊടുത്തതും ഇതേ പാല് തന്നെയല്ലേ? അതെ, മുത്തശ്ശിയെ കൊടുത്തത്. ആരത് കലക്കിയത്? ഞാനാ. ആ, ഇതില് എന്ത് പൊടിയാ ചേർത്തിരിക്കുന്നത്? കുങ്കുമപ്പൂവാ. കുങ്കുമപ്പൂവോ? എന്നിട്ടെന്താ പൊടി പോലെ ആണല്ലോ കിടക്കുന്നത്? മാത്രമല്ല, ഈ കുങ്കുമപ്പൂവിന്റെ നിറം ഇതല്ലല്ലോ. അത് ഞാൻ പിന്നെ പ്രോട്ടീൻ പൗഡർ ചേർത്തായിരുന്നു. അത് ബദാം പൗഡർ മിക്സ് ചെയ്തായിരുന്നു. ഇത് ഞാൻ ഇവർക്ക് രണ്ടാൾക്കും സ്ഥിരം കൊടുക്കുന്ന അല്ലേ മോളെ? അതെ അതെ. എന്നാലും ഇങ്ങനൊരു സംശയം തോന്നിയിട്ട് നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ?
അല്ല ഈ പ്രോട്ടീൻ പൗഡറും കുങ്കുമപ്പൂവും ഒക്കെ എവിടുന്ന വാങ്ങുന്നേ? അത് പിന്നെ ടൗണിൽ നിന്ന്. ടൗണിൽ ഏത് കടയിൽ നിന്ന്? അതൊക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ. അമ്മ എവിടെ സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങുന്നേ. എന്റെ ദൈവമേ. എന്താ ദത്തേട്ടാ? അയ്യോ, നോക്കി നിൽക്കാതെ വേഗം കൂടെ ചെല്ല്. പോ. എന്റെ ഈശ്വര, ചതിക്കല്ലേ ഭഗവാനെ. ദത്തേട്ടാ ഇവിടെ എന്താ? അല്ല, പാലല്ലാതെ പൂജ മറ്റെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ നോക്കിയതാ. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാലിലാവാൻ വഴിയില്ല. കാരണം ഞാനും കുടിച്ചത് ആ പാല് തന്നെയല്ലേ. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ദത്തൻ എന്താ ആലോചിക്കുന്നേ? അല്ല, ഈ പാലിന്റെ ബിസ്ക്കറ്റിന്റെ സാമ്പിള് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചാലോ? അതിന്റെ ഒന്നും കാര്യമില്ല ദത്തേട്ടാ. എന്താ? അല്ല, ചിലപ്പോ ഗർഭിണികൾക്കുണ്ടാവുന്ന സ്വാഭാവികമായ ഛർദി ആയിക്കൂടെ ഇത്? എല്ലാവർക്കും എല്ലാ ഭക്ഷണം വയറ്റി പിടിക്കണമെന്നില്ലല്ലോ. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോയാൽ മുത്തശ്ശിക്കത് സങ്കടാവില്ലേ?